കഴിഞ്ഞ 100 ദിവസമായിട്ട് എന്ത് മലമറിക്കുകയായിരുന്നു SIT എന്ന ചോദ്യം ബാക്കിയാണ്. സുഭാഷ് കപൂറിനെ ഒക്കെ മാതൃകയാക്കുന്ന തരത്തിലുള്ള അന്താരാഷ്ട്ര 5 കള്ളക്കടത്തുണ്ടോ എന്ന സംശയം പോലും ദേവസ്വം ബെഞ്ച് മുമ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി. പല തിയറികളുമായിട്ട് വന്നു. ഒരു കാര്യവും കൺക്ലൂഡ് ചെയ്യാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. എത്ര ദിവസമായിട്ട് അന്വേഷിക്കുകയാണ്. പ്രതികളെ പിടിച്ച സാഹചര്യം ഇവിടെ വിശദീകരിക്കപ്പെട്ടല്ലോ. ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് അന്വേഷണം എത്താത്ത സമയത്ത് അതിരൂക്ഷമായ വിമർശനം, അന്വേഷണം നിലച്ചുപോയെന്ന വിമർശനം ഉണ്ടായി. ആ വിമർശനത്തിന് ശേഷമാണ് പ്രധാനപ്പെട്ട ചില അറസ്റ്റുകൾ ഉണ്ടാവുന്നത്, പത്മകുമാറിന് ശേഷമുള്ള അറസ്റ്റുകൾ ഉണ്ടാവുന്നത്. അതിനുശേഷം വീണ്ടും വിമർശനം വേണ്ടി വന്നു ശങ്കർദാസിന്റെ അറസ്റ്റിന്. വീണ്ടും കോടതി നിർബന്ധിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനും പിന്നെ മെഡിക്കൽ ബോർഡിനെ രൂപീകരിക്കാനും ഒക്കെ. അപ്പോ ജാമ്യം കേൾക്കുന്ന ബെഞ്ച് നിരന്തരം ഇങ്ങനെ കുത്തിയ കുറച്ച് ആളുകളെ അറസ്റ്റ് ചെയ്യും എന്നതിനപ്പുറത്ത് അന്വേഷണം കൺക്ലൂഡ് ചെയ്യുന്ന വിധത്തിലേക്ക് പോവാൻ ഈ അന്വേഷണ ഏജൻസിക്ക് കഴിയുന്നില്ലെങ്കിൽ അവരാ പണി നിർത്തിയിട്ട് വേറെ ഏജൻസി വരാതെ എന്ത് കാര്യം സാർ? നോക്കൂ അഭിലാഷ്, ഇത് പറയേണ്ടത് ആരാണ്? ഇവിടെ അന്വേഷണ ഏജൻസിക്ക്, പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അന്വേഷണത്തിനകത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള പോരായ്മ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ പോരായ്മ കൃത്യമായി മനസ്സിലാക്കാനും അത് വിശകലനം ചെയ്ത് ഈ SITയെ വിമർശിക്കാനുമുള്ള പരമാധികാരം ആരിൽ നിക്ഷിപ്തമാണ്? അതാണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം. അത് തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ നിക്ഷിപ്തമാണ്. ദേവസ്വം ബെഞ്ച് നിലവിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പോരായ്മയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ അറ്റ് പ്രസന്റ് സ്റ്റേജ് ഈ സമയം വരെയും പറഞ്ഞിട്ടുള്ളത്. ഇനി നാളെ എന്ത് പറയും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ സംഘപരിവാര പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ഒക്കെ ഏറെക്കുറെ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച പറ്റിയെന്നാണ്. ആ വീഴ്ച ചെന്ന് ഭവിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മേൽനോട്ടം വഹിക്കുന്ന അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിലേക്കാണ് ഈ സംശയത്തിൻ്റെ മുൾമുന ചെന്ന് പതിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകളുണ്ട് എങ്കിൽ ആ വിയോജിപ്പ് സ്പഷ്ടമായി പറയാൻ നിങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ വേഗമായി പറഞ്ഞ് ഇരുട്ടുകൊണ്ട് വോട്ടടയ്ക്കുന്ന വിദ്യ. ഇപ്പോൾ കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് യാതൊരുവിധ ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വം ഇല്ലാതെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ നോക്കി പറഞ്ഞു, 2 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണത്തിനകത്ത് അനാവശ്യമായി ഇടപെടുന്നു. അദ്ദേഹത്തിന് ആ പേര് പറയാൻ സാധിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ഈ അന്വേഷണ സംഘത്തെ ഇരുട്ടിൽ നിർത്തുന്നതിനുള്ള പ്രവണതയാണ് നടത്തിയിട്ടുള്ളത്. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളിക്കെതിരായി അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി. കടകംപള്ളി ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തു. ആ കേസുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഒരു പേപ്പറിൻ്റെ വിലയുള്ള ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ഹാജരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇവിടെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് 2 MLA മാർ ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ സമരം നടത്താൻ ആരംഭിച്ചിട്ടുള്ളത്. ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും ഞങ്ങളെതിരല്ല, CPM എതിരല്ല എന്ന് അസന്നിഗ്ധമായി CPMൻ്റെ ലീഡർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇവിടെ സംഘപരിവാരത്തിൻ്റെ പ്രതിനിധി വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, കേന്ദ്ര ഏജൻസി വരട്ടെ. വരുമ്പോൾ ഇവിടെ കിറ്റക്സ് ഉടമയായിട്ടുള്ള ശ്രീ സാബുവിനെ പൂട്ടി NDA മുന്നണി വിപുലീകരിച്ചതുപോലുള്ള അന്വേഷണമാകരുത്. ആ അന്വേഷണം വസ്തുനിഷ്ഠമായിരിക്കണം. യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതല്ലാതെ തങ്ങളുടെ രാഷ്ട്രീയ മുന്നണിയെ വിപുലീകരിക്കുന്നതിനുള്ള ഉപാധിയായി അന്വേഷണ ഏജൻസികളെ മാറ്റിത്തീർക്കുന്ന വിദ്യയുണ്ടല്ലോ, ആ വിദ്യ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ സംഘപരിവാരം ശ്രമിക്കരുത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമായി ഞങ്ങൾക്കുറപ്പുണ്ട്, ഈ അന്വേഷണം വളരെ കൃത്യമാണ്. പോരായ്മയോ വിമർശനമോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വളരെ കൃത്യതയോടുകൂടി അങ്ങനെ ഒരു അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്തെങ്കിലും